നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇടവക്കൂറാണല്ലോ. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറി. അതുപോലെ തന്നെ ലഗ്നത്തിൽ ചൊവ്വ വന്നു. നിവർത്തി സ്ഥാനാധിപതി ആണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാലും ദുരിത ഭവനാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് ദേഷ്യം വരെ അടുത്തയായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ശരീരത്തിന് ചതവ്, തട്ട്, മുട്ട്, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ലഗ്നേകുജ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗമാണ്. ശരീരത്തിന് ചതവ് പറ്റുക, തീപ്പൊള്ളലേക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തണം. എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അതേപോലെ തന്നെ 12ൽ ശനിയാണ്. രണവാൻ എന്ന് പറയുന്ന സർവാഭിഷ്ടസ്ഥാനത്ത് കർമാധിപതി നിൽക്കുകയാണെങ്കിലും കർമ്മസ്ഥാനത്ത് രാഹുവാണ്. അപ്പോൾ ജോലി ഉണ്ടാകും. ജോലീൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ 10ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാഗപൂജ ചെയ്യാം. 2ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ 2ാം ഭാവത്തിൽ ബലവാനാണ്. അപ്പോൾ അത് സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ അനുകൂലാവസ്ഥ തന്നെയാണ് കാണുന്നത്. സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ ഭാവാധിപതി ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് വലിയൊരു പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാകാനും യോഗമുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. അത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമാണ് കാണുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് 4ൽ കേതുവാണ്. അപ്പം 4ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ അത് വീട് വിട്ട് നിൽക്കാനിട വരിക. പക്ഷേ ലഗ്നാധിപതി 4ൽ നിൽക്കുന്നതുകൊണ്ട് വീടിൻ്റെ കാര്യങ്ങളും നേതൃത്വമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനും യോഗമുണ്ട്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനും യോഗമുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിച്ചിരിക്കുമ്പം പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ വിപരീത സ്വഭാവം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്, ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഹൃദയസ്ഥാനത്തും ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട്, അലർജി പോലെയുള്ള രോഗങ്ങൾക്ക് യോഗമുള്ള സമയമാണ്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ രാഹുപൂജ, കേതുപൂജയൊക്കെ ശനി പൂജയൊക്കെ ക്ഷേത്രത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുക. അതല്ലേ നമുക്കിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും, വ്യാഴപ്പഴമുള്ള സമയമാണ്, 3ലാണ്, അപജയസ്ഥാനത്താണ് വ്യാഴം ഇപ്പം. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിട്ട് ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.